അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. ബഹുമാനാദരവ് നിറഞ്ഞ കല്ലുറുമ മൂലപ്പറമ്പ് തറവാട്ടിലെ ഏത് പേര് പറഞ്ഞാലും മക്കളെന്ന് പറയാം, ഏത് രൂപത്തിലായിരുന്നാലും ഇവിടെ സംബന്ധിച്ച മക്കളെ, സഹോദരന്മാരെ, ശിഷ്യ നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഈ സംഗമത്തിന് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട നൂഹ് സഖാഫി അവരുകളെ എല്ലാവിധ സന്തോഷവും പങ്കിടുന്നതിനു വേണ്ടി ഇന്നത്തെ ഈ മഹത്തായ ദിവസത്തിൽ നാം ഇവിടെ സംബന്ധിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങളോളമായി ഈ പരിപാടിയുടെ സംഗമത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച, അതിനുവേണ്ടി യത്നിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മളെ കുടുംബങ്ങളിലെ നേതൃത്വം രംഗത്ത് വരേണ്ട കുട്ടികളെ വളരെ സന്തോഷത്തോടുകൂടി, അതിലുപരി വളരെയധികം സ്നേഹത്തോടുകൂടി, അതിലപ്പുറം ബഹുമാനത്തോടുകൂടി എല്ലാവിധ സന്തോഷവും ആശംസകളും അറിയിക്കും. ഇത്രയും ഒരു വലിയ പരിപാടിയായി നമുക്കിതിനെ കാണാം. വാസ്തവത്തിൽ ഞാനും ഇതുപോലെയുള്ള ഒരു വലിയ പരിപാടി ആയിരിക്കും ഇത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും ആർദ്രവമായി മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് സ്വാഗതം ചെയ്യുക. കുടുംബ സംഗമം എന്നാണ് മഹത്തായ ഈ സംഗമത്തിൽ നാം പേരിട്ടിട്ടുള്ളത്. കുടുംബ സംഗമത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതുണ്ട്. നമ്മളുടെ മുന്നിലുള്ള സമയത്തിന്റെ പരിമിതി അനുസരിച്ച് വളരെ കുറഞ്ഞ സമയം നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകിയ പ്രപഞ്ചനാഥനെ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണുമ്പോൾ എന്നെ സംബന്ധിച്ചല്ല, നമുക്കെല്ലാവർക്കും ഇത് വല്ലാത്തൊരു അനുഭൂതിയായാണ് മനസ്സിലാവുന്നത്. സത്യത്തിൽ ഇതിന് അവസരം നൽകിയ ഈ ഒരു കൂട്ടായ്മയിൽ, ഇത്രയും വലിയൊരു സംഗമത്തിന് അവസരം നൽകിയത് അല്ലാഹു ആണ് എങ്കിലും അതിന് കാരണക്കാരൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മൂലപ്പറമ്പിൽ തറവാട്ടിൽ ഇബ്രാഹിം ഹാജിയും അവരുടെ പ്രിയപത്നി സൈനബ ഹജ്ജുമ്മയുമാണ്. അവരുടെ മൂത്ത പുത്രൻ നമ്മളുടെ എല്ലാവരുടെയും പിതാവിന് തുല്യനായ ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജി, അദ്ദേഹം തുറന്നു വെച്ച ഒരു പാത്രമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ ഇവിടെ പൂർണ്ണമായും അത് വിസ്മരിക്കാൻ കഴിയുകയില്ല. ഒരു ലോ കോളേജിലോ അല്ലെ വിദ്യാഭ്യാസ വലിയ ഒരു സ്ഥാപനങ്ങളിലോ പോയി വലിയ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരാളായിരുന്നില്ല നമ്മളുടെ ഈ കേരള പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ, ബഹുമാന്യനായ നമ്മളുടെ പിതാവിന് തുല്യമുള്ള കുഞ്ഞാപ്പു ഹാജി. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് നമുക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ
അദ്ദേഹത്തോടൊപ്പം സൗഹൃദം പങ്കിടാൻ പ്രപഞ്ചനാഥൻ നമുക്കെല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അദ്ദേഹത്തിനും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒപ്പം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു സഹോദരന്മാർ എന്ന നിലക്കല്ല, അതിലുപരി സ്നേഹം പങ്കുവെച്ചിരുന്ന ഞങ്ങളുടെ ബഹുമാന്യനായ മാമുഹാജി, അദ്ദേഹത്തിന്റെയും ജീവിതകാലം കൂടുതലൊന്നും ഒപ്പം കഴിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ള കാലമെല്ലാം ഒരു മക്കളെ പോലെ, ഒരു മകനെ പോലെ, അല്ലെങ്കിൽ മക്കളെക്കാൾ കൂടുതൽ സ്നേഹം നൽകി, വാത്സല്യം നൽകി വളർത്തിയ ആ സ്നേഹം പറ്റി ജീവിച്ചവരാണ് ഞങ്ങളെല്ലാവരും. ഒരിക്കലും ഈ എന്റെ വിനീതനായ എന്റെ ഈ 63 വയസ്സിനിടയിൽ എന്റെ ബഹുവന്യരായ സ്നേഹിതൻ, ബഹുവന്യരായ ജ്യേഷ്ഠൻ എന്റെ പേരെടുത്തുകൊണ്ട് എന്നെ വിളിക്കുകയോ അല്ലെ എന്റെ പ്രിയപ്പെട്ട എന്റെ മകനെ പോലെ എന്റെ പ്രിയപ്പെട്ട എന്റെ അനിയനെ പേരെടുത്ത് വിളിക്കുകയോ ചെയ്യാതെ മോന് എന്നുള്ള ഒരു അതിസംബോധനമല്ലാതെ ഇന്നേ വരെയും എന്റെ പ്രിയപ്പെട്ട ഞങ്ങളെ ജ്യേഷ്ഠന്മാരിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിതിവിടെ പറയുന്നത് നമ്മളെ കുടുംബ ജീവിതത്തിൽ നാം പകർത്തിക്കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ് എന്ന് നാം ആരും വിസ്മരിക്കാൻ പാടില്ല. ഓർമ്മയിൽ നിന്ന് ഒരിക്കലും അകറ്റാൻ കഴിയാത്ത അല്ലെങ്കിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ മക്കൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ബഹുവന്യരായ മാതാവ്, അതുപോലെ തന്നെ പിതാവ്, ഞങ്ങളുടെ ബഹുവന്യരായ മാതാവിന്റെ പിതാവിന്റെ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ് കേരള കുടുംബം ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാനും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്കും കാരണമാക്കി തന്നത് എന്ന് പറയാതെ പറയാം, മറക്കാതിരിക്കാൻ പറയുകയാണ്, ഓർക്കുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനും ഞാനും നമ്മളുടെ പ്രിയപ്പെട്ട മുനിയാപ്പു ഹാജി കോഴിക്കോട് നിന്ന് ജീവിതം പണയം വെച്ചുകൊണ്ട് ലാഞ്ചിൽ ഏകദേശം 10 ദിവസത്തോളം ദാഹിക്കുന്ന വെള്ളത്തിന് പകരം ദിവസങ്ങളോളം കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവർ സ്വന്തം മൂത്രമൊഴിച്ച് പുറത്തു കളയുന്ന മൂത്രം കുടിച്ചുകൊണ്ട് ദാഹം തീർക്കേണ്ട അവസരമുണ്ടായിരുന്നു എന്ന് പലപ്പോഴും പങ്കുവച്ചതായിട്ട് ഓർമ്മയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുകയില്ല. അങ്ങനെ ദിവസങ്ങളോളം ആ ലാഞ്ച് യാത്ര കഴിഞ്ഞ് ഫുജീറ കടപ്പുറത്ത് വന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് ദൂരത്തിൽ ലാഞ്ച് നിർത്തിയപ്പോൾ ലാഞ്ചിൽ നിന്ന് ഇറങ്ങാതെ വെള്ളത്തിലേക്കാണ് ഇറക്കി വിടുന്നത്. അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ആ പ്രയാസങ്ങളുള്ളപ്പോൾ ആ ലാഞ്ചിന്റെ ഡ്രൈവർമാരും അതിലെ ജോലിക്കാരും അക്രമാസക്തരായി ഇവരെ മർദ്ദിക്കുകയും പുറത്തിറങ്ങാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോ പിന്നെ ചാടിയത് കടലിലേക്കാണ്. നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അത്. ഞാൻ എന്റെ ബഹുവന്യരായ ജ്യേഷ്ഠൻ എന്നോട് പങ്കുവെച്ച ചില കാര്യങ്ങൾ നാം എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അറിയാൻ വേണ്ടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞു കടലിലേക്ക് ചാടി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അല്ലാഹു അല്ലാതെ, അള്ളാഹുവിന്റെ സഹായമല്ലാതെ അവശനായി ഭക്ഷണം ലഭിക്കാതെ ഏതോ ഒരു അറബി പ്രതിനിധി കണ്ട് അദ്ദേഹത്തിന്റെ അന്നുള്ള ലാൻഡ് ക്രോസറിൽ കയറ്റി. ഓപ്പൺ ലാൻഡ് ക്രോസറാണ്, ഇന്നുപോലുള്ള AC നവീകരിച്ച വണ്ടിയല്ല. അതിൽ കയറ്റി തന്റെ വീട്ടിലുള്ള ആടുകളെ വസിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തി
അല്പം ഈത്തപ്പഴവും വെള്ളവും നൽകിയപ്പോൾ ആ ലഭിച്ച ഈത്തപ്പഴത്തിനും അന്ന് അവർ നൽകിയ വെള്ളത്തിനും തുല്യമായി അവർക്ക് കൊടുക്കാൻ, നന്ദി വാക്ക് പറയാൻ ഇവർക്ക് ലാംഗ്വേജ് ഇല്ല, അറിവുകളില്ല. കൈകളെ കൊണ്ട് മാത്രം നന്ദി കാണിച്ച് ദിവസങ്ങളോളം അവരുടെ ഇടയിൽ ജീവിച്ച് അങ്ങനെ റാസൽ ഖൈമ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് അവിടത്തേക്ക് വരികയും അവിടെ വന്ന് ജീവിതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മളെല്ലാവരും തൃശ്ശൂരിലും കുന്നംകുളത്തും എല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇന്ന് നവീകരിച്ച് പുരോഗമിച്ച് സൈക്കിളിലാണ് ചായ വിൽക്കുന്നത് എങ്കിൽ, എനിക്കൊക്കെ ഓർമ്മയുള്ള കാലം തൃശ്ശൂരിൽ പോയവർക്കാണ് ഒരു കയ്യിൽ കിറ്റിൽ, ആ കിറ്റിന്റെ അടിഭാഗത്ത് കരിയിട്ട് കത്തിച്ച സ്റ്റൗവും ആ സ്റ്റൗവിന് മീതെ അല്പം വെള്ളം തിളപ്പിച്ച് അല്ലെങ്കിൽ ചായ വെച്ച് ചായ ചായ എന്ന് പറഞ്ഞ് 25 ഫിൽസിന് ചായകൾ വിറ്റ് വളർത്തിയവരാണ് മൂലപ്പറമ്പിൽ ഇന്ന് അനുഭവിക്കുന്ന മുഴുവൻ സുഖസൗകര്യങ്ങളും എന്ന് നമ്മൾക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇത് പറയാതിരുന്നാൽ അദ്ദേഹം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളെ കുടുംബത്തിന്റെ തുടക്കം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങളിൽ ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ മക്കൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് സ്മാർട്ട് ഫോൺ നമ്മൾ കൈകൾ കൊടുത്തെങ്കിലേ അവർ ഭക്ഷണം കഴിക്കൂ. പ്രിയപ്പെട്ട മാതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് ഒരു ഇലക്ട്രോണിക് യുഗത്തിലാണെങ്കിൽ പോലും നമ്മളെ ജീവിതത്തിൽ ചെറിയ ശതമാനം മാത്രം ഇലക്ട്രോണിക് യുഗത്തിന് വേണ്ടി ചെലവഴിച്ച് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയ ജീവിതത്തെ നമ്മൾക്കറിയാത്തത് കൊണ്ട് അറിയുന്നത് മുതൽ നമ്മൾ ആ ജീവിതത്തിൽ മാതൃകയാക്കണമെന്ന് സാന്ദർഭികമായി ആദ്യമായി എന്നോടും എന്റെ മുന്നിലുള്ള എന്റെ സഹോദരി സഹോദരന്മാരോടും വിശിഷ്യ എന്റെ മക്കൾ, നിങ്ങളെല്ലാവരും എന്റെ മക്കളാണ്, നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ ഞാൻ അത് അവസാനിപ്പിക്കുകയാണ്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ആരാണ് കുഞ്ഞാപ്പു ഹാജി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മളെ വീട്ടിലേക്ക് അദ്ദേഹം ഒരു സ്കൂട്ടിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ വിലയും നിലയും നമുക്കറിയുന്നില്ല എങ്കിൽ അദ്ദേഹമാണ് നമുക്ക് ഈ സഞ്ചരിക്കാനുള്ള പാത ഒരുക്കി തന്നത് എന്ന് ഞാനും എന്റെ മുന്നിലുള്ള എല്ലാ മക്കളും വിശിഷ്യ നമുക്ക് വളർന്നു വരുന്ന മക്കളോടും ഒരു വേള നമ്മളെ കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തേണ്ടത്. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ സ്വാഗത ഭാഷണത്തിൽ നമ്മളോട് പറഞ്ഞു, നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട അറിവ്, ജ്ഞാനം അതൊരു മാതാവിന്റെ ഉത്തരവാദിത്വമാണ്. ഏറ്റവും കൂടുതൽ പിതാവിനേക്കാൾ. പിതാവ് വേറെ, മാതാവ് വേറെ. പിതാവ് ജന്മം നൽകാനുള്ള അവസരം നൽകിയപ്പോൾ ജന്മം നൽകിയത് മാതാവാണെങ്കിലും ആ മാതാവിനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്ന് നമുക്ക് മറന്നുകൂടാ. നമ്മളത് കൃത്യമായി ചെയ്യുമ്പോഴേ വരുന്ന ഒരു ജനറേഷൻ അത് കൃത്യമായി ചെയ്യും, മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ വേണമേ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ഈദുമായി ബന്ധപ്പെട്ട നമ്മളെ കുടുംബസംഘവുമായി ബന്ധപ്പെട്ട വളരെ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധ അത് മനസ്സിലാക്കണം. നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്ന കുറഞ്ഞ സമയം അത് നമ്മളുടെ ജീവിതത്തിന് ഉതകുന്നതായിരിക്കണം. നമ്മളെ ജീവിതത്തിൽ അത് മാതൃകയാക്കാനുള്ളതായിരിക്കണം. വിശേഷിച്ച് നമുക്ക് ശേഷം വരുന്ന തലമുറ, എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അറിവ് എൻ്റെ മാതാവിൽ നിന്നും വിശേഷിച്ച് എൻ്റെ പിതാവിൽ നിന്നുമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ കുറഞ്ഞ സമയമെങ്കിലും അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടെ അവരെ ഉത്ബോധപ്പെടുത്തുകയും പറഞ്ഞു മനസ്സിലാക്കുകയും കൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ വരും തലമുറയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവിടുന്ന് നമ്മളുടെ ജീവിതം അവസാനിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു സംഗമം ഉണ്ടാവും. അതാണ് നമ്മളെ ബെനിഫിറ്റ്. ഇവിടെ ബഹുമാന്യരായ ഉസ്താദ്, നമ്മുടെ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പ്രാർത്ഥനയിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തു.
ഇതാണ് ഒരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ലഭിക്കാൻ നമ്മളെ പിതാവിനെയും കുടുംബങ്ങളെയും നമ്മൾ മറക്കരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ സംഗമമാണ് ഇന്ന്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ കുടുംബ സംഗമം ഇനിയും ഒരുപാട് കാലങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളിലെ വീട്, ഇതാണ് നമ്മളുടെ സബ്ജക്റ്റ്. എന്താണ് വീട്? ആ വീടിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളെ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വീട്ടിലെ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ വീട്ടിൽ രണ്ടുപേരാണുള്ളത്. ഒന്ന് പിതാവ്, മറ്റൊന്ന് മാതാവ്. മാതാവ് പിതാവ് കൂടിച്ചേരുമ്പോഴാണ് കുടുംബജീവിതമാകുന്നത്. ആ കുടുംബജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ വിരിഞ്ഞു വരുന്ന പിഞ്ചു മക്കൾ, ആ മക്കളാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തിന്റെ മാതൃക അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയേണ്ടതുണ്ട്. എന്നിരുന്നാലും ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ. അവിടുത്തെ പ്രിയ പുത്രി ഫാത്തിമത്ത് സഹറ, അല്ലാഹു തആല അവരോടൊപ്പം നമ്മൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ പിഞ്ചു മക്കൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ രണ്ട് മക്കളും വാവിട്ട് കരയുമ്പോൾ വാവിട്ട് കരഞ്ഞത് കേട്ടുകൊണ്ട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി പള്ളിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ആ കുട്ടികൾ കരയുകയാണ്. തിരിച്ചു വരുന്ന സമയത്തും അവർ കരയുന്നു. തിരിച്ചു വന്നുകൊണ്ട് വെച്ച്, മോളെ ഫാത്തിമ, എന്താണ് മക്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മകൾക്കായി മറുപടി പറയാനുള്ളത് ഒറ്റ വാക്കായിരുന്നു, ഉപ്പ, എന്റെ അമ്മിഞ്ഞ പാല് കൊടുക്കാൻ എന്റെ മുലയിൽ പാലില്ല ഉപ്പ. ഞാൻ ദിവസങ്ങളോളമായി ഭക്ഷണം കഴിച്ചിട്ട് എന്റെ മക്കൾക്ക് പാല് കുടിക്കുമ്പോൾ എന്റെ അമ്മിഞ്ഞ പാലിൽ നിന്ന് എന്റെ ബ്രസ്റ്റിൽ നിന്ന് വരുന്നത് രക്തമാണ്. അത് അവർക്ക് കുടിക്കാൻ കഴിയാത്തത് കൊണ്ട് ദാഹിച്ച് വിശന്നിച്ച് വലയുമ്പോൾ ഞാൻ എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ചോദിച്ച ആ പ്രിയ പത്നി, നമ്മളെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബിദ്അത്തും മിന്നി, എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് അവശേഷിപ്പിച്ച ആ മകൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ മക്കൾ ഇന്ന് വീട്ടിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് പറയുകയാണ്, ഉപ്പ, ഇന്ന് ഞങ്ങൾക്ക് കോഴി ചുട്ടത് വേണം, അല്ലെങ്കിൽ തിക്ക വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ പോലും ആ മകളുടെ സ്നേഹത്തിന് വേണ്ടി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി എങ്ങനെയാണ് സാധിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി, ഒരു പക്ഷേ ഉപ്പായുടെ കയ്യിൽ 100 രൂപ 200 രൂപ ഇല്ലെങ്കിൽ പോലും ആ പൈസ തൽക്കാലമെങ്കിലും കടം മേടിച്ചുകൊണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു പിതാവ് തയ്യാറാവുന്നുവെങ്കിൽ അത് മക്കളോടുള്ള സ്നേഹമാണ്. ഇതാണ് കുടുംബം. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാതാവിനെയും പിതാവിനെയും ഈ അടുത്ത മിനിഞ്ഞാന്നൊരു ദിവസം പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു. കൊടുവള്ളി ആ ഭാഗത്ത് മകളെ വിവാഹം കഴിച്ചു വന്ന പുതിയാപ്പിള കോഴിക്കറി ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ തലക്കടിച്ച് കൊന്നു. നമ്മളെല്ലാവരും വാസത്തിൽ കേട്ടവരാണ്. അത് അമ്മയാണെങ്കിൽ നമ്മളുടെ കൂടുതൽ ദൂരത്തേക്കൊന്നും പോവേണ്ട. നമ്മളുടെ പെരുമ്പടപ്പ് ആ ഭാഗത്ത് വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം പേരമകൻ ഉപ്പയുടെയും ഉമ്മയുടെയും കഴുത്തറുത്തുകൊണ്ട് തലഭാഗം എടുത്തുകൊണ്ട് കോണിയുടെ ഡിസ്പ്ലേ ചെയ്ത് എന്ന് നമ്മളെല്ലാവരും കേട്ടവരല്ലേ. ഇതും കുടുംബമാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ മാതാക്കളെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, പിതാക്കൾക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മളെ മക്കൾക്ക് വേണ്ടി അവസരം ഒരുക്കാനേ കഴിയൂ. പക്ഷെ സംരക്ഷണ ചുമതല സംരക്ഷിക്കേണ്ടത് മാതാവിനാണ്. മാതാവാണ് ഒരു വിദ്യാർത്ഥിയുടെ യൂണിവേഴ്സിറ്റി. മാതാവാണ് ഒരു വിദ്യാർത്ഥിക്ക് പ്രാഥമികമായ വിദ്യാഭ്യാസം നൽകുന്നത്. മാതാവാണ്. ഇത് ഉപ്പയാണ്, ഇത് ഉമ്മയാണ്, ഇത് ഉപ്പയാണ്, അത് അളിയനാണ്, ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു എങ്കിൽ മാതാവിന് കുട്ടികളോട് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാട് നന്നാവുമ്പോഴേ കുടുംബം നന്നാവൂ.
നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് ഇത് ഉപ്പയുടെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മനസ്സിലാക്കി കൊടുക്കുകയും ആവശ്യമുള്ള സ്ഥലത്ത് അദ്ദേഹത്തെ ഇരുത്തുകയും വേണ്ടുന്ന സൗകര്യങ്ങൾ ആ കുട്ടിയെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു കുടുംബിനിയുടെ ബാധ്യതയാണ്. ഇങ്ങനെ കുടുംബജീവിതം നല്ല നിലക്ക് സംജാതമാവും. വലിയ നീട്ടി സംസാരിക്കേണ്ട സമയമല്ല എങ്കിലും ഇതാണ് ഒരു കുടുംബത്തിന്റെ തുടക്കം. ഇതാണ് ഒരു കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. ഈ മാതാവ് അതേപോലെ തന്നെ പിതാവിന് ഉണ്ടാവേണ്ട, പിതാവ് ചെയ്യുന്ന കാര്യങ്ങൾ, പിതാവ് കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ, പൈസകൾ, ഇതിനെല്ലാം വലിയ മൂല്യം കൽപ്പിക്കേണ്ടത് എൻ്റെ മുന്നിലുള്ള എൻ്റെ മക്കളാണ്. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ, നിങ്ങളുടെയൊക്കെ പിതാക്കന്മാർ, നിങ്ങളെ നേരെ സംരക്ഷിച്ചു വന്ന നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം നമ്മുടെ മുൻ തലമുറകളെല്ലാം ജീവിച്ചു വന്ന കഷ്ടപ്പാടിന്റെ ഒരു പോയിന്റ് പോലും ത്യാഗം നമുക്ക് സഹിക്കേണ്ടതില്ല, നമ്മൾ അനുഭവിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു സ്വർഗീയ ജീവിതം നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കുമ്പോൾ നാളെ സ്വർഗീയമായ ഒരു സ്ഥലത്ത് സ്വർഗീയമായ ജീവിതം നയിക്കാൻ ഇവിടുന്ന് തന്നെ നാം കഠിനാധ്വാനം ചെയ്യേണ്ടത് വാക്കിലൂടെ, ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ. കുടുംബം എപ്പോഴും ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ്. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ കുടുംബവും വിശിഷ്യ എൻ്റെ അനുജൻ, നമുക്കൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തി വലുതാക്കി പറയുകയാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കും ചെയ്യും. ഇവിടെ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഉള്ളത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ ഈ കുടുംബം ചേർത്ത് പിടിക്കുന്നതിൽ അദ്ദേഹം എല്ലാവരേക്കാൾ, വിശിഷ്യ ഇന്ന് ജീവിച്ചിരിക്കുന്ന എന്നേക്കാൾ ഉപരി നമ്മളെ ഈ കുടുംബ ജീവിതം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഒരു പക്ഷേ ഞാൻ ചെയ്യുന്നതിൽ ചിലക്ക് എന്തെങ്കിലും പോയിന്റ് വന്നാൽ ആ പറയുന്ന ആ ഒരു പോയിന്റിൽ കയറി പിടിച്ചുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിപാടി ക്ഷണിച്ചാൽ, ഒരു പിതാവിന് തുല്യമുള്ള ഞങ്ങളെ നിങ്ങൾ ഒരിക്കലും അന്യരായി വാക്കിലൂടെ സംസാരത്തിലൂടെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായി എന്നല്ല പറയുന്നത്. ഉണ്ടായാൽ അതൊരിക്കലും മടക്കാത്ത, ഒരു ഉണങ്ങാത്ത, സ്റ്റിച്ച് ചെയ്താൽ പോലും ചൂടാത്ത ഒരു മുറിവായി അത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുടുംബജീവിതം നമ്മൾ മനസ്സിലാക്കണം. ഉപ്പ അത് ഉപ്പ തന്നെയാണ്. വിശിഷ്യ നമുക്ക് ജന്മം നൽകിയ ഉമ്മ, ആ ഉമ്മയോട് ഇന്നുള്ള ചില മക്കളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയാത്ത പ്രയാസം തോന്നലുണ്ട്. പക്ഷെ മനസ്സിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് അവരോട് നല്ലത് കൽപ്പിക്കാനല്ലാതെ പറയാനല്ലാതെ നിവൃത്തിയില്ല. ഉമ്മ തുല്യതയില്ലാത്തൊരു സ്ത്രീയാണ്. ആരാണ് ഉമ്മ? ഉമ്മ ചെയ്തു തരുന്നതിന് നമുക്ക് അവർക്ക് പ്രത്യാശമായി എന്തെങ്കിലും ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനോ എന്നല്ലാതെ, അവർ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നല്ലാതെ, അവർ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഒരിക്കലും നമ്മളുടെ കടപ്പാട് നമ്മളെ മാതാവിനോടുള്ളത് തീർന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാലത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം മക്കളെ സ്കൂളിൽ അയക്കുന്നതിന് വേണ്ടി, മക്കളെ മദ്രസയിലേക്ക് അയക്കുന്നതിന് വേണ്ടി മാതാക്കന്മാരായ നിങ്ങളെല്ലാവരും, നിങ്ങൾക്കറിയാം എത്ര മണിക്കൂർ സമയമാണ് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്നത്. നമുക്ക് നമ്മളെ സ്വന്തം വിശപ്പ് പോലും നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ മക്കളെ സ്കൂളിൽ അയക്കുന്നതിന് വേണ്ടി അവർക്ക് ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ട്. വിശിഷ്യ അവരുടെ ഡ്രസ്സ് നമ്മൾ ഇസ്തിരിട്ട് വൃത്തിയാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇന്നലെ അയച്ചിട്ട ഡ്രസ്സ് ആ ഭാഗത്തും ഈ ഭാഗത്തും മൂലയിലും മുക്കിലൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തുകൊണ്ട് അവർ നാളെ പോകാനുള്ള സമയമാകുമ്പോഴത്തേക്കും അത് ക്ലീൻ ചെയ്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഒരു 10 വയസ്സിന് മീതെയുള്ള കുട്ടികൾ, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കേരളത്തിൽ നമ്മുടെ നൂഹ് കാഫി അടങ്ങുന്ന സ്ഥാപനങ്ങൾ, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വരെ, അദ്ദേഹം പഠിച്ചു വന്ന സ്ഥാപനങ്ങളിൽ വരെ കേവലം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രായം 5, 5, 10, 11 ആണെങ്കിൽ ആ 11 വയസ്സുള്ള പിഞ്ചു ബാലൻ വരെ അദ്ദേഹം ഉപയോഗിക്കുന്ന സ്വന്തമായ ഡ്രസ്സ്
കഴുകാൻ ആ കുട്ടി തയ്യാറാവുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ കഴുകിത്തരാൻ മാതാവില്ല. ഇങ്ങനെ 100 കണക്കിനല്ല അതിൽ കൂടുതൽ സ്ഥാപനങ്ങൾ നമ്മളെ കേരളത്തിൽ ഹിഫ്ദുൽ ഖുർആനായി, ദഅവ കോളേജായി, ജൂനിയർ ദഅവ കോളേജിലായി പഠിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്കൊക്കെ സ്വന്തമായി കുളിക്കാനും അവർ സ്വന്തമായി ധരിച്ച ഡ്രസ്സ് കഴുകാനും അവർക്ക് നിശ്ചിത പീരീഡ് കൊടുക്കുമ്പോൾ ആ സമയത്ത് അവർ കുളിക്കുകയും അവർ ഇന്നലെ വരെ ധരിച്ച ഡ്രസ്സ് അവർ വൃത്തിയാക്കുകയും വാസ്തവത്തിൽ അത് ഇസ്തിരി ചെയ്യാൻ വേണ്ടി പോലെ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ എന്റെ മുന്നിലുള്ള കുട്ടികളോട്, മാതാക്കളോട് ഞാൻ പറയുകയാണ്, 10 വയസ്സ് 15 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നായി നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി വരുന്ന സമയത്ത്, ഒരുങ്ങിയ സമയത്ത് കുട്ടികളെ കുളിയെല്ലാം കഴിഞ്ഞ് മാറ്റാൻ ഡ്രസ്സില്ല. അപ്പോഴാണ് മാതാവ് കൊടുത്തിട്ട് ഇസ്തിരി ഇടുന്നത്. നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്നുള്ള ഈ അവസരം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചെറുപ്പം മുതൽ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഓരോന്നുണ്ട്. അത് മക്കളോടുള്ള വിരോധം കൊണ്ടല്ല, മറിച്ച് അവരുടെ ജീവിതം സുഭിക്ഷമാവാൻ വേണ്ടി, നന്നാവാൻ വേണ്ടി അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതാണ്. പ്രായപൂർത്തിയെത്തിയ മകളെ അവളുടെ ഡ്രസ്സ് ഒരു കാരണവശാലും മാതാവ് കഴുകാൻ പാടില്ല. ആ കുട്ടി ധരിക്കുന്ന ഡ്രസ്സ് പല രൂപത്തിലാണെങ്കിൽ ആ പല രൂപത്തിലുള്ള ഡ്രസ്സ് ആ കുട്ടിയെ കൊണ്ട് തന്നെ കഴിയിപ്പിക്കേണ്ടതുണ്ട്. കാരണം അതിന്റെ ഭാവി ജീവിതം സുഭിക്ഷമാകുന്നതിന് വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് കുടുംബ ജീവിതത്തിൽ ഒരു മാതാവ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ മാതാവിന് അല്പമെങ്കിലും ചില കാര്യങ്ങളിൽ അല്പസമാധാനങ്ങളെല്ലാം ലഭിക്കും. അതുപോലെ തന്നെ സയൻസ് പറയുകയാണെങ്കിൽ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സുലൈമാനി ഉണ്ടാക്കുന്ന രൂപം, അതുപോലെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രൂപം നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഈ അടുത്ത കാലത്തായി കേരള ജോലി ചെയ്യുന്ന ഒരു കുട്ടി ബിരിയാണി വെച്ചൊരു അവസ്ഥ നമ്മൾക്കുണ്ടാവും. കേരള ജോലി ചെയ്യുന്ന ഒരു കുട്ടി ബിരിയാണി വെച്ചത് അവിടുത്തെ ഒരു കടലാസിൽ എഴുതിയെടുത്തിട്ട് അവിടുന്ന് വേറെ ആള് പറഞ്ഞതനുസരിച്ച് കടലാസിൽ എഴുതിയെടുത്തിട്ട് ബിരിയാണി വെച്ച്, വിവാഹിതയായി ഒരു കുട്ടിയുള്ള സ്ത്രീ ബിരിയാണി വെച്ച് വലിയ കുടുംബത്തിൽ വളർന്നു വന്ന ഒരു ജാട അങ്ങനെ വളർത്തിയിരുന്ന കുട്ടി ബിരിയാണി വെച്ച് അവസാനം ബിരിയാണി തിന്നാൻ പറ്റാതെ കച്ചറയിലേക്ക് തള്ളുകയും വേറെ ബിരിയാണി ഹോട്ടലിൽ നിന്ന് മേടിച്ച് കൊണ്ടുകയും കഴിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ ആ കച്ചറയിലേക്ക് തള്ളിയതിന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ മറുപടി പറയുകയും അതോടൊപ്പം തന്നെ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ആ ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് വീട്ടിലേക്ക് ഭക്ഷണത്തിന് ബിരിയാണിക്ക് വേണ്ടി സാധനങ്ങളെല്ലാം കൊടുന്ന് അടുപ്പിച്ചു കൊടുത്ത ഭർത്താവിനോട് നമുക്കുള്ള ചെറ്റ്, നമുക്കുള്ള കുറ്റബോധം ഒരിക്കലും മറക്കാൻ പാടില്ല. ഇത് നമ്മളെ മക്കളോടുള്ള സ്നേഹത്തിന്റെ എതിരല്ല, സ്നേഹമാണ്. ഇങ്ങനെ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മളെ മക്കൾക്ക് ഓരോന്നായി എല്ലാം കൂടി കോരി കൊടുക്കണം എന്നല്ല, ഓരോന്നായി മാതാവിന്റെ ബാധ്യതയാണ് പഠിപ്പിക്കൽ. സ്വന്തമായി ഡ്രസ്സ് കഴുകാനും സ്വന്തമായി ഇസ്തിരി ചെയ്യാനും വേണ്ടി വന്നാൽ ഉമ്മ ഒരു സമയത്ത് അല്പം ക്ഷീണിതായ കിടന്നാൽ എന്റെ ഉമ്മാക്ക് എനിക്ക് പോറ്റി വളർത്തിയ എന്റെ ഉമ്മാക്ക് അല്പം പൊടിയരി കഞ്ഞി വെച്ച് ഞാൻ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ഈ കുട്ടിക്ക് ബോധം വേണമെങ്കിൽ, ഓർമ്മ വേണമെങ്കിൽ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാത്തതിന്റെ ഫലമായി ആ ഉമ്മാക്ക് ഒരു പക്ഷെ അത് ലഭിക്കണം എന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരുപാട് കുടുംബ ജീവിതങ്ങളിൽ പറയുകയാണെങ്കിലും ഞാൻ നിർത്തുകയാണ്. നമുക്ക് മുമ്പിൽ ഒരുപാട് പരിപാടിയുള്ളതുകൊണ്ട് ഇത് മാതാപിതാക്കളോട് കടമയാണ്. മാതാപിതാക്കളോട് നാം കാണിക്കേണ്ട, മാതാപിതാക്കൾ തന്റെ മക്കളുടെ സ്നേഹം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായി ചെയ്യണമെന്നാണ് നിങ്ങളെ ഉണർത്തിയത്. ഇനി ഒരു മാതാപിതാക്കളുള്ള കുട്ടികൾ, നമ്മളെല്ലാവരും നമ്മളെ ഉമ്മമാരോട് കാണിക്കേണ്ട ചില മര്യാദകളിൽപ്പെട്ട 1-2 കാര്യങ്ങൾ, മര്യാദയിലെ കടപ്പാടുകൾ, ആ കടപ്പാടുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ആക്കി വളർത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ അവ്വൽ സുബഹിക്ക് എണീച്ചുകൊണ്ട് ചായ നൽകി, ഭക്ഷണം നൽകി, സ്കൂളിലേക്ക് അയച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയച്ച്, മദ്രസയിലേക്ക് അയച്ച്, ആത്മീയമായും ഭൗതികമായ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന് പുറമെ എത്രയോ ഫീസുകൾ നൽകി, ഒരു പക്ഷേ ഫീസ് കൊടുക്കാൻ കഴിയാത്തത് പോലും എന്ന് എന്റെ അനുഭവത്തിൽ 100 കണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്.
ഫീസ് കൊടുക്കാൻ കഴിയാതെ, കുട്ടികളെ പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തിയ സാഹചര്യം ഉണ്ടായപ്പോൾ സ്വന്തം സുഹൃത്തിനെ പോയി കണ്ടുകൊണ്ട് എന്റെ മകളുടെ ഫീസ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മകൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ് തൽക്കാലം കടം വാങ്ങിച്ചുകൊണ്ട് എത്രയോ കുട്ടികളുടെ ഫീസ് കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് എന്റെ മുന്നിലുള്ള മരുമക്കളായിരുന്നാലും മക്കളായിരുന്നാലും എല്ലാവരും അത്യാവശ്യം ദീനിയും ആത്മീയവും ഭൗതികമായ വിദ്യാഭ്യാസമുള്ള മക്കളാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് നേരത്തെ പറയേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് നമുക്കുള്ള കടപ്പാട് വളരെ വലുതാണ് എന്ന് ഈ മക്കളും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതിന്റെ ഭാഗമായി 1-2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളുടെ ഉമ്മ ഇന്ന് ഉപ്പ നമുക്ക് നല്ല ചെമ്മീൻ ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു മത്സ്യം മേടിച്ചു കൊടുക്കും. ഒരുപക്ഷെ രാത്രി നമ്മൾ ആ ഭക്ഷണം ഉമ്മ നന്നായി പാചകം ചെയ്തു. ആ പാചകം ചെയ്തപ്പോൾ ഉദ്ദേശിച്ച അത്ര ക്വാണ്ടിറ്റി അതിനില്ലാത്തത് കൊണ്ട് മക്കളെല്ലാവരും നന്നായി ഭക്ഷിച്ചു. ഉമ്മക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒരു പക്ഷെ അല്പം ബാക്കിയുള്ളപ്പോൾ ഏത് ഉമ്മയാണ് ചിന്തിക്കാത്തത് എൻ്റെ മകൾക്കും എൻ്റെ മകൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ഇത്. അതുകൊണ്ട് എൻ്റെ മകൾ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇത് ഞാൻ കൊടുത്തയക്കാൻ ഞാൻ മാറ്റി വെക്കുകയാണ് എന്ന് മനസ്സിലാക്കി സ്വന്തം മക്കൾക്ക് വേണ്ടി താൻ കഴിക്കാതെ തൻ്റെ മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ച് എത്ര ഉമ്മമാരുണ്ട്. ഈ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് മക്കളോടുള്ള സ്നേഹമാണ് എങ്കിൽ, ഇങ്ങനെ നാം സ്നേഹിച്ച് വളർത്തിയ മക്കളാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്നേഹം നൽകി നമ്മളെ ഉമ്മമാരും ഉപ്പമാരും ആ ഉമ്മമാരോടും ഉപ്പമാരോടും നമുക്കുള്ള സ്നേഹം ബഹുമാനം അതും കേവലം ഒരു പ്രഹസനമാക്കാതെ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളായിരുന്നാലും ശരി, മരണപ്പെട്ടു പോയ മാതാപിതാക്കളായിരുന്നാലും ശരി, അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള ആദ്യമായി അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ പാരചിക മോക്ഷത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി നമ്മളെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം. ഇതാണ് നമ്മളെ മാതാപിതാക്കളോട് നമുക്കുള്ള ഒരു കടപ്പാട്. ഇത് എൻ്റെ മുന്നിലെ ചെറിയ കുട്ടികൾക്കൊന്നും ഇത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ പല സ്ഥാപനങ്ങളും വിശേഷിച്ച് നമ്മളെ ഇർഷാദിൽ GQ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ കുട്ടികളെ പലരും അതിൽ ചേർത്തിട്ടുണ്ട്. അവിടെ കുട്ടികളെ പഠിപ്പിക്കൂ എന്നുള്ള പരിപാടിയില്ല. തന്റെ പഠിപ്പിക്കുന്ന അധ്യാപിക എന്ത് ചെയ്യുന്നു അത് കണ്ട് ആ കുട്ടി പഠിക്കുകയാണ്. ആ അധ്യാപിക ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ട് ഇനി ഇതുപോലെ നമുക്കൊരു ഫാത്തിഹ സൂറത്ത് ഓതുക എന്ന് പറഞ്ഞ് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ എന്റെ മുന്നിലുള്ള ഈ കുട്ടികളെ പിഞ്ചു മക്കളല്ലാതെ അത് ഓതാൻ പാരായണം ചെയ്യാൻ തയ്യാറാകുന്നു എങ്കിൽ അത് അവരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ഭാഗമായി ചെയ്തു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഉപ്പ ഉമ്മ തുല്യതയില്ലാത്ത ഒന്നാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുകയാണ്, പ്രിയപ്പെട്ട ഞങ്ങളെ മാതാവ് പിതാവ് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് എങ്കിൽ അവരില്ലാത്ത ഒരു ജീവിതം നമുക്ക് അന്യമാണെന്ന് മനസ്സിലാക്കി അവരെ തലയിൽ വെച്ചുകൊണ്ടോ അല്ലെ തോളിലേറ്റിക്കൊണ്ടോ ജീവിപ്പിക്കുമായിരുന്നു. എൻ്റെ മാതാവ് വിശിഷ്യ നമ്മളെല്ലാവരും മാതാവ് കൂടുതൽ കാലം ആ മഹദിക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അവർ പലപ്പോഴും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ട്. ഇവിടെ അത് പറയുന്നതിൽ എനിക്ക് യാതൊരു ലജ്ജയുമില്ല. ഞങ്ങൾക്കെല്ലാം ഭക്ഷണം വിളമ്പി തന്നുകൊണ്ട് ഞങ്ങളെ മാതാവ് പ്രാർത്ഥിക്കാറുണ്ടെന്ന് പഠിച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് ഒരു നേരം നന്നായി ഭക്ഷിക്കാൻ, ഈ കുട്ടികൾക്ക് നന്നായി ഒരു ഭക്ഷണം കൊടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ മാതാവിനോടുള്ള കടപ്പാട് ഇനിയും നമ്മൾക്ക് മറന്നുകൂടാ. ഞാൻ ഞാൻ ചെയ്യുന്നത് പറയില്ല, നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നമ്മളെ സുന്നത്ത് നിസ്കാരത്തിലൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥനയുള്ള ആദ്യത്തെ സുബ്ഹാനല്ലാഹ് തസ്ബീഹും തഹ്ലീലും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളെ നിങ്ങൾ മറക്കരുത്. അവർ ചെയ്ത നന്മക്ക്, അവർ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മറക്കാൻ കഴിയില്ല. നമുക്ക് പറ്റി നൽകി അവർ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മളെ വളർത്തിയെങ്കിൽ
ആ വളർത്തിയത് സന്തോഷത്തോടു കൂടെയുള്ള ജീവിതം നമ്മൾ പങ്കിടുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ദിനം പ്രതി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നേരത്തെ പറഞ്ഞ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളെ മക്കൾ അത് കാണുമ്പോൾ നമ്മളെ മക്കളെ അത് കേൾപ്പിക്കുമ്പോൾ നാളെ അവർ നമുക്ക് വേണ്ടി ചെയ്യുമെങ്കിൽ ഇതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. റബ്ബന ഹബലന മിൻ അസ്വാജിന വദുറിയാതിന ഖുറത അയ്യുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതുമാണ്. ഖുറത അയ്യുൻ, മക്കൾ ഖുറത്തുൽ അയ്നാണ്. ആ മക്കളുടെ ഓരോ സൽസ്വഭാവങ്ങളും കാണുമ്പോൾ ഓരോ മാതാവിനും പിതാവിനുള്ള അന്തസ്, ക്രെഡിറ്റ് അത് എത്രമാത്രം വലുതാണ്. നമ്മളെല്ലാവരുടെയും മക്കളെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആ നിലക്ക് വളർത്തിക്കൊണ്ടുവരുവാനും നമ്മളെ മക്കൾ ആ രൂപത്തിലും ആയിരിക്കട്ടെ എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് ഞാൻ അല്പം സംസാരം നിർത്തുന്നതിന് വേണ്ടി അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടി നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ ഉമ്മ ജോലി ചെയ്യുന്ന നമ്മളൊക്കെല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ നമ്മളെ ഉമ്മാക്ക് ശമ്പളമായി നമ്മൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? നമ്മളെ ഉമ്മാക്ക് വേറെ എന്തെങ്കിലും നമ്മൾ അനുകരിക്കാറുണ്ടോ? അവർക്ക് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഇത് മാത്രമാണ്, അവർക്ക് അതേ ആവശ്യമുള്ളൂ എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് നിങ്ങളെല്ലാവരും മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി പ്രത്യേകമായി പറഞ്ഞു, എൻ്റെ മുന്നിലുള്ള ഞാനടങ്ങുന്ന എല്ലാവരും ഒരു മാതാവിൻ്റെ കേവലം 2 വർഷത്തോളം അമ്മിഞ്ഞപ്പാൽ വളർത്തി, അമ്മിഞ്ഞപ്പാൽ കുടിച്ച്, മുലപ്പാൽ കുടിച്ച് വളർന്നവരാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ട സഹോദരിമാരെ, 2 വർഷം നമ്മളെ മാതാവ് നൽകിയ ഉമ്മഞ്ഞിപ്പാലിന്, മുലപ്പാലിന് പകരമായി നമുക്ക് എന്ത് അവർക്ക് കൊടുക്കാൻ കഴിയും, നമ്മൾ എന്തവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വേള എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വേണം. 2 വർഷം നമ്മളെ ഉമ്മ, നമുക്കറിയാം 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മുന്നിലുള്ള എല്ലാ മാതാക്കൾക്കും അറിയാം, അല്പം കുറച്ചുകൂടി ചെറുപ്പമുള്ളതിനേക്കാൾ കൂടുതൽ മകൻ വളർന്നു വന്നപ്പോൾ 1 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 2 വയസ്സൊക്കെ ആകുമ്പോൾ അല്പം പല്ലൊക്കെ വന്നപ്പോൾ പലപ്പോഴും എത്ര മാതാവിന്റെ മുലക്കണ്ണിമേൽ നമ്മളെല്ലാവരും കടിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഉമ്മ നമ്മളെ വലിച്ചെറിഞ്ഞിട്ടില്ല. ഒരു ഫംഗ്ഷന് വേണ്ടി പോവാൻ വേണ്ടി തയ്യാറായപ്പോൾ നമ്മളെല്ലാം ഡ്രസ്സ് മാറി നമ്മളെ മക്കൾക്ക് നല്ല ഡ്രസ്സ് നൽകി. ആ മക്കളെ ഡ്രസ്സ് നൽകി നമ്മളെല്ലാവരും പോവാൻ വേണ്ടി ഒരു പക്ഷേ വണ്ടിയിൽ കയറാൻ പോകുന്ന സമയത്തായിരിക്കും ആ കുട്ടി തൻ്റെ മടിയിലുള്ള ഉമ്മയുടെ മടിയിൽ, തൻ്റെ കൈവശമുള്ള ഉമ്മയുടെ മടിയിൽ ആ ഒരു കുട്ടി മൂത്രം വഹിക്കുകയോ അല്ലെങ്കിൽ കാഷിക്കുകയോ ചെയ്ത്. ഏതൊരു ഉമ്മയാണ് ആ കുട്ടിയെ വലിച്ചെറിഞ്ഞത്? ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകാനുള്ള സമയത്ത് എന്റെ ശരീരത്തിൽ മൂത്രം വഹിച്ച് തെറ്റായിപ്പോയി എന്ന് ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മാതാവ് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ വളർന്നു വന്നവരല്ലേ നമ്മളെല്ലാം. എന്നാൽ ഡ്രസ്സ് മാറ്റി, ഈ നിലവിലുള്ള ഡ്രസ്സുകളെല്ലാം മാറ്റി നിർത്തി ആ കുട്ടിക്ക് വേണ്ടുന്ന ക്ലീനിങ് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ആ കുട്ടിയെ ഉമ്മ കൊടുത്തുകൊണ്ട് കേടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് പരിപാടിക്ക് പോകാൻ വേണ്ടി തയ്യാറാവുമ്പോൾ എത്രമാത്രം ത്യാഗം നമ്മളെ മക്കൾക്ക് വേണ്ടി ചെയ്ത് വളർത്തിയവരാണ് നമ്മളെല്ലാവരും എന്ന് സാന്ദർഭികമായി നമ്മളെല്ലാവരും മനസ്സിലാക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉമ്മയെയും ഉപ്പയെയും സന്തോഷിപ്പിക്കലാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്തോഷം. ഒരിക്കലും ഉമ്മയുടെയോ ഉപ്പായുടെയോ മുഖത്ത് നോക്കി ഛേ എന്ന് വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്, നമ്മളോട് അറിയിച്ചിട്ടുള്ളതാണ്. വിഷയ പണ്ഡിതന്മാർ നമ്മൾ കേട്ടതും പഠിച്ചതുമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു മാതാവിനോടും പിതാവിനോടും തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ പ്രവർത്തനം കൊണ്ടോ നമ്മളുടെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. ഉപ്പായുടെയും ഉമ്മായുടെയും വിശിഷ്ട ആൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഉപ്പായുടെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടുന്നത് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. ഉമ്മായുടെ കൂട്ടുകാരികളെ കാണുമ്പോൾ നിങ്ങൾ ആരും മറക്കരുത്. ഒരുപക്ഷെ വിരൂപികളാവാം, ഒരുപക്ഷെ കഴിവില്ലാത്തവരാവാം, പക്ഷെ ഇത് എൻ്റെ ഉമ്മയുടെ കൂട്ടുകാരിയാണെന്ന് മനസ്സിലാക്കി കൊടുത്ത്
നല്ല വാക്കുകളെ കൊണ്ട് അവരോട് ഉപദേശിക്കുകയും നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അവസരയോഗ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കിലൂടെ പല പ്രവർത്തനങ്ങളുടെ നമുക്ക് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകൊണ്ട് ഈ മഹത്തായ ഈ സംഗമത്തിന് എല്ലാവിധ അനുഭവങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാചകത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈദുക്കും മുബാറക്, കുല്ലു ആം അൻതും ബിൽ ഖൈർ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹുൽ അമാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.